കോട്ടയം ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും തെരഞ്ഞെടുത്തു. കോട്ടയം ജില്ലാ പഞ്ചായത്തിലും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 71 ഗ്രാമപഞ്ചായത്തുകളിലുമാണ് അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തത്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ CPM-ലെ TN ഗിരീഷ് കുമാറാണ് പുതിയ സാരഥി. കേരള കോൺഗ്രസിലെ മോളിക്കുട്ടി തോമസാണ് TN ഗിരീഷ് കുമാറിന്റെ പേര് നിർദ്ദേശിച്ചത്. ആന്റണി മാർട്ടിൻ പിന്താങ്ങി. 22 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ TN ഗിരീഷ് കുമാറിന് 11 വോട്ട് ലഭിച്ചു. 3 അംഗങ്ങളുള്ള UDF വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. BJP-യിലെ ഗോപി പാറാന്തോടാണ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. TN ഗിരീഷ് കുമാറിന് 11 വോട്ടും ഗോപി പാറാന്തോടിന് 8 വോട്ടും ലഭിച്ചു. LDF 10, UDF 3, BJP 8, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് ചിറക്കടവ് പഞ്ചായത്തിലെ കക്ഷിനില. സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ആന്റണി മാർട്ടിനും TN ഗിരീഷ് കുമാറിന് വോട്ട് ചെയ്തു. അഡീഷണൽ ജില്ലാ ഇൻഡസ്ട്രിയൽ ഓഫീസർ ലോറൻസ് TN ഗിരീഷ് കുമാറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട TN ഗിരീഷ് കുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വായശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ TN ഗിരീഷ് കുമാർ തേടി. ഒരു പരിഗണനയും കൂടാതെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കുമൊക്കെ അതീതമായി ഈ ഭരണസമിതി എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഭരണസമിതിയുടെ വിജയം എന്ന് പറയുന്നത് കേവലം 22 മെമ്പർമാർ മാത്രം അടങ്ങിയ ഒരു സമിതിയുടെ പ്രവർത്തനമല്ല, മറിച്ച് ജനങ്ങളുടെ ആകെ പിന്തുണയും സഹായവും ലഭ്യമാകുന്ന സന്ദർഭത്തിലാണ് നമ്മൾക്കതെല്ലാം വിജയകരമായി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് കരുതുന്നത്. തുടർന്ന് അംഗങ്ങളെല്ലാം പുതിയ പ്രസിഡന്റിനെ അനുമോദിച്ച് പ്രസംഗിച്ചു. ചിറക്കടവ് പഞ്ചായത്ത് 10ാം വാർഡിന്റെ പ്രതിനിധിയായ TN ഗിരീഷ് കുമാർ 2 പതിറ്റാണ്ടിലേറെയായി ചിറക്കടവിലെ പൊതുരംഗത്തെ നിറസാന്നിധ്യമാണ്. 2020 മുതൽ 25 വരെ ജില്ലാ പഞ്ചായത്ത് പൊൻകുന്നം ഡിവിഷൻ പ്രതിനിധിയായിരുന്നു. 1995 മുതൽ 2000 വരെ ചിറക്കടവ് പഞ്ചായത്ത് 9ാം വാർഡിന്റെ പ്രതിനിധിയായിരുന്നു. 2015 മുതൽ 2020 വരെ ചിറക്കടവ് പഞ്ചായത്തിലെ 14ാം വാർഡ് പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് MLA മോളിക്കുട്ടി തോമസ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.